ഒരു കഷ്ണം പേപ്പർ കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറും എന്ന് ഞാൻ ഉറപ്പ് തരട്ടെ. എങ്ങനെ നമുക്ക് ഉറപ്പ് തരാം അല്ലേ? ഒരു കഷ്ണം പേപ്പർ കൊണ്ടൊക്കെ എങ്ങനെയാണ് ഒരാളുടെ ലൈഫ് മാറുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ടുണ്ടാവും മനസ്സിൽ. നമുക്ക് മാനിഫെസ്റ്റേഷൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ് ലെറ്റർ ടു ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിന് ഒരു ലെറ്റർ എഴുതുക. അത് ഡിയർ ഗോഡ് എന്നാവാം, ഡിയർ യൂണിവേഴ്സ് എന്നാവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് എന്താ പറയുക, ഏറ്റവും കംഫർട്ടായത് ഏതാണോ അതെടുക്കുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഒരു കഥ പോലെ, ഒരു സിനിമ പോലെ നിങ്ങൾ എഴുതുക. എത്ര വേണമെങ്കിലും എഴുതാം. നിങ്ങളുടെ ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആഗ്രഹം വരെ നിങ്ങൾക്ക് എഴുതാം. അതാണ് നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഒരു ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പം നമ്മൾ ഇത്രയും നാൾ പറഞ്ഞ പോലെ, ഇത്രയും എല്ലാ വീഡിയോസിലും പറഞ്ഞു നമ്മുടെ വേർഡ്സ്, നമ്മുടെ മൈൻഡിൻ്റെ പവർ, നമ്മുടെ ഫ്രീക്വൻസി എന്നൊക്കെ ഞാനിങ്ങനെ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ലെറ്ററിലൊക്കെ എഴുതിയ എങ്ങനെയാണ് അല്ലേ? അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമുക്കിപ്പം നമ്മൾ സംസാരിക്കുന്നത് വരെ ഒരു വൈബ്രേഷനാണ്, അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, മിക്ക റിലേഷൻഷിപ്പുകളിലും എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി കരഞ്ഞിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവരോ അല്ലെങ്കിൽ ആരാണോ നമ്മളെ വിട്ടിട്ട് പോയത് അവരൊന്നും തിരിച്ചു വരില്ല. കരഞ്ഞിരിക്കുന്ന സമയത്തൊന്നും വരില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് കാമായി, നമ്മൾ ലൈഫ് ജീവിച്ചു തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ ബിസിയായി, അല്ലെങ്കിൽ നമ്മൾ സക്സസ് ആയി, ആ ഒരു ടൈമിലായിരിക്കും ഇവരുടെ ഒരു തിരിച്ചു വരവ്. അതെന്തുകൊണ്ടാണെന്നറിയോ? അത് സംഭവിക്കുന്നത് നമ്മുടെ ഫ്രീക്വൻസിയുടെ വ്യത്യാസം കൊണ്ടാണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. അതെപ്പോഴും നമ്മൾ ആലോചിക്കണം. അവിടെയാണ് പവർ ഓഫ് മൈൻഡ്. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ കരഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജി നെഗറ്റീവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വന്നാൽ കരയണം, കരച്ചിൽ വന്നാൽ കരയണം. ഞാനിതിൻ്റെ വർക്കിംഗാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ കരഞ്ഞിരിക്കുമ്പോൾ നമുക്ക് വരുന്ന എനർജി, നമുക്ക് വരുന്ന വികാരങ്ങൾ ഒക്കെ നെഗറ്റീവാണ്. ഇത് നെഗറ്റീവായിട്ട് തന്നെയാണ് അപ്പുറത്തെ ആളിലേക്ക് പോകുന്നത്. കാരണം അവർക്കറിയാം നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നുണ്ട്. ഇൻഡയറക്റ്റ്ലി അവർക്ക് മനസ്സിലാവും, അവൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അവൾ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, അവൾക്ക് ഇപ്പോൾ എന്നെ വേണം തന്നെയായിരിക്കും. ഇത് സത്യമാണ്. നമ്മൾ കരഞ്ഞിരിക്കുന്ന സമയത്ത് അവരങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അതേസമയം നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാലോ നമുക്ക് ആ ഫീലിംഗ് വരും, അവർ നമ്മളെ ചേസ് ചെയ്യുന്നുണ്ട്, അവർക്കിപ്പോൾ നമ്മളെ വേണമെന്നുണ്ട്, നമുക്ക് ആ ചിന്ത വരും. അവിടെയാണ് മൈൻഡ്, പവർ ഓഫ് മൈൻഡ്. അതെപ്പോഴും നമ്മൾ പാലിക്കണം. നമ്മളെല്ലാ എന്താ പറയുക, ഇങ്ങനത്തെ ബുക്സ് എല്ലാം വായിക്കുക. പവർ ഓഫ് മൈൻഡിൻ്റെ ബുക്സ് എല്ലാം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഈ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പം തന്നെ കട്ട് എന്ന് പറയാം. കട്ട് ഓഫ് എന്ന് പറയാം. അവിടെ ആ ചിന്ത നിൽക്കും. നമ്മൾ നമ്മുടെ ബ്രെയിനിന് അങ്ങനത്തെ ഒരു കമാൻഡ് കൊടുക്കുക, കട്ട് ഓഫ്. പിന്നെ അതവിടെ വരത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു തന്നു, കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യുക. എന്തൊക്കെ തോട്ട്സാണ് നിങ്ങൾക്ക് വരുന്നത്? ഒരു ദിവസം 10 മിനിറ്റ് എത്ര മതി. എന്തൊക്കെ തോട്ട്സാണ് നിങ്ങൾക്ക് വരുന്നത് അത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. സിംപ്ലി, വിഷ്വലൈസേഷൻ ഒന്നുമല്ല, സിംപ്ലി ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ വരുന്ന നെഗറ്റീവ് തോട്ട്സാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏതൊക്കെ നമുക്ക് എടുക്കണം, ഏതൊക്കെ എടുക്കണ്ട എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫ്രീക്വൻസിയുടെ പവർ അങ്ങനെയാണ്. നമ്മൾ കൊടുക്കുന്ന കോച്ചിങ്ങുകളാണെങ്കിലും എല്ലാം നമ്മുടെ മൈൻഡ് ശരിക്കും 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസം കൊണ്ട് ഇത് പ്രോഗ്രാമിങ് ആവും. അതുപോലെ തന്നെ ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാൻ വെച്ചാൽ, ഇപ്പം ഒരു എക്സാമ്പിൾ നമുക്കറിയാം, വൈഫൈ എന്നുള്ള സാധനം നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ റേഡിയോ വേവ്സ് അല്ലേ, ഇതൊക്കെ ഉണ്ട് അല്ലേ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളിതൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന സയൻസ്, ഭൂമിയുടെ റൊട്ടേഷൻ, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ റൊട്ടേഷൻ, സണ്ണിന് ചുറ്റുള്ള ഗ്രഹങ്ങളുടെ റൊട്ടേഷൻ, ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ അതൊക്കെ നമ്മൾ കാണുന്നുണ്ടോ?
ഇപ്പോൾ വൈഫൈ ആണെങ്കിൽ എന്താണെങ്കിലും എന്തും നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അതൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന്. പക്ഷെ നമ്മൾ ഇതൊന്നും കാണുന്നില്ല, പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിൻ്റെ കാര്യം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ കുറച്ച് ഡിബേറ്റ് ആയി പോയി അല്ലേ, സാരമില്ല. അപ്പോൾ നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾ നടന്ന കാര്യം നടന്ന പോലെ എഴുതുക. യൂസ് ഗ്രീൻ പെൻ. ഐ പ്രിഫർ ഗ്രീൻ പെൻ അല്ലെങ്കിൽ ബ്ലൂ, റെഡ്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡോണ്ട് യൂസ് ബ്ലാക്ക്. സോ ദെൻ റൈറ്റ് എ ലെറ്റർ ടു ദ യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ടൈറ്റിൽ കൊടുക്കാം, ഡിയർ ഗോഡ് ഓർ ഡിയർ യൂണിവേഴ്സ്. ഇത് മടക്കി കീപ്പ് ഇറ്റ് അണ്ടർ യുവർ പില്ലോ. ഒരു 51 days അത് വയ്ക്കുക. 51 days ഇത് വെച്ചതിന് ശേഷം കത്തിച്ച് കളഞ്ഞ് അതിൻ്റെ ചാരം പ്രപഞ്ചത്തിലേക്ക് വിടുക. അപ്പം 51ാമത്തെ ദിവസം നമ്മളിത് രാത്രി വയ്ക്കും. 52ാമത്തെ ദിവസം നമ്മളിത് എടുക്കും അല്ലേ, തലമുറയുടെ അടിയിൽ നിന്ന് എടുക്കും. എന്നിട്ട് ഇത് കത്തിച്ച് കളയുക. കത്തിച്ച് ചാരം പ്രപഞ്ചത്തിലോട്ട് വിടുക. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ രാവിലെ വെളുപ്പിന് ഇതെടുത്ത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഇതെടുക്കുമല്ലോ, അപ്പോൾ നമ്മളിത് എവിടെ വയ്ക്കും? ആരും കാണാത്ത സ്ഥലത്ത് വയ്ക്കുക. ഓക്കെ, ഇൻ യുവർ പേഴ്സ്. മറ്റുള്ളവർക്ക് കാണാൻ പറ്റാതെ എന്നാൽ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്നൊരു സ്ഥലത്ത്, അതാണ് പേഴ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പേഴ്സിൽ വയ്ക്കാം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷനും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊന്നും ആരോടും പറയാതിരിക്കുക. കാരണം ഇവിൽ ഐസ് ആർ റിയൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട. അപ്പം ബാക്കിയുള്ള സമയങ്ങളിത് പേഴ്സിൽ വയ്ക്കുക. ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഒരു കഷ്ണം പേപ്പർ മതി ജീവിതം മാറാൻ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാമല്ലോ, നമുക്കൊന്നും ചിലവില്ലാത്ത കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.